ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിച്ചു ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഇച്ഛാശക്തിയാണ് നിങ്ങളുടെ വിൽ പവർ ആവാൻ പോകുന്നത്. നിങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഇച്ഛാശക്തിയാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണെന്ന് നോക്കാമത്. ഇവിടെ ഒരു വ്യക്തിയുടെ കൂടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുക, അതായത് അവർക്ക് തന്നെ തോന്നുന്നു ഇനി ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ള തോന്നലുണ്ടാവുന്നു. അതായത് ഒരു വ്യക്തിയെ ഇത്രമാത്രം വിഷമിപ്പിക്കുന്നു ആ സിറ്റുവേഷൻ, അതായത് ഒരു പേടിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായതുപോലെ അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ വ്യക്തി ഇത്രയും പേടിപ്പെടുത്തുന്ന സിറ്റുവേഷൻ കണ്ടിട്ടും ഒന്നും പേടിക്കാതെ തൻ്റെ ആ ഒരു വിൽ പവർ കൊണ്ട് ആ ഒരു സിറ്റുവേഷൻ്റെ മേൽ വിജയം കൈവരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആദ്യം ആ ഒരു വ്യക്തിക്ക് ഉള്ള സിറ്റുവേഷൻ വളരെ മോശമാണ്, പേടിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. പക്ഷേ മുന്നോട്ട് പോയിട്ട് ഈ ഒരു സിറ്റുവേഷനെ ഇവരുടെ തന്നെ വിൽ പവർ കൊണ്ട് ഇവർ തോൽപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച പോലെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ അല്ല ഇത്, എനിക്ക് ഈസി ആയിട്ട് ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു വിൽ പവർ നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ ഈസി ആയിട്ട് തോൽപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുകയാണ് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു സ്മൈൽ മാത്രം പാസ് ചെയ്യുക. അതായത് ഇത്രയും ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ ഒരു മല പോലെ തോന്നുന്നു, നിങ്ങളുടെ മുന്നിൽ ഒരു മല പോലെ ഒരു കാര്യം ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ മലയെ ഞാൻ എങ്ങനെ തകർക്കും, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഞാൻ കീഴടക്കും എന്നുള്ള അവസ്ഥയാണെങ്കിൽ അതിനെ നോക്കി പുഞ്ചിരിക്കുക. അതായത് നീ എൻ്റെ മുമ്പിൽ ഒന്നും തന്നെയല്ല, എനിക്കിത് കടക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ പുഞ്ചിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ്റെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇതാണ്, പേടിക്കുന്നുണ്ട് നിങ്ങൾ ഈ സിറ്റുവേഷൻ നോക്കി. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഭയങ്കരമായിട്ട് പേടിക്കുന്ന രീതിയിലുള്ള അവസ്ഥയാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ കണ്ട് ഭയങ്കരമായിട്ട് പേടി, നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ ഇടിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പേടിക്കരുത് നിങ്ങൾ ഒരിക്കലും. കാരണം നിങ്ങളുടെ ലൈഫിലെ ചില സാഹചര്യങ്ങൾ നിങ്ങളെ പോരാടി നിങ്ങളെ തകർക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് കണ്ട് ഒരിക്കലും പേടിക്കാൻ പാടില്ല. മറിച്ച് നമ്മൾ ആ ഒരു സാഹചര്യങ്ങളെ പോരാടി വിജയിക്കുമെന്ന് വിചാരിക്കണം. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ ആ ഒരു ചിന്തയിൽ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള ആ ഒരു തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം നിങ്ങളെ വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഈ ഒരു മോശം സിറ്റുവേഷൻ. അതായത് ചില സമയം രാത്രിയൊക്കെ 1 മണിക്ക് 2 മണിക്ക് 4 മണിക്ക് 3 മണിക്കൊക്കെ ഉണർന്നാൽ പിന്നെ നിങ്ങളിത് എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കത്തില്ല. പകുതി ഉറക്കമായിരിക്കും ഓരോ ദിവസവും നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്. ഇവിടെ ടെൻഷൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ടെൻഷൻ കൂടെ ഉള്ളത് കാരണം നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഒരു സിറ്റുവേഷനിലും ഗീവ് അപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഒരു സമയത്ത് തന്നെയായിരിക്കും നിങ്ങളുടെ ആ ഒരു ഇച്ഛാശക്തിയുടെ ആ ഒരു പവർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്. ഈ മല പോലെയുള്ള ആ ഒരു സ്ഥിതിയെ കണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാര്യം അപ്പോൾ ആലോചിക്കുക. നിങ്ങൾ ഒരു നാഗം ഒരു ഗ്രാമത്തെ മുഴുവൻ ശല്യം ചെയ്യാൻ വന്നപ്പോൾ എന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തത്? ആ നാഗത്തിൻ്റെ മുകളിൽ കയറി നൃത്തം ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു മല പോലെയുള്ള ആ ഒരു സ്ഥിതിയുടെ മുകളിൽ കയറി നിൽക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ നിങ്ങളുടെ ഈ ഒരു മോശം സാഹചര്യം കാരണം നിങ്ങൾ പല കാര്യങ്ങളും വിട്ടു പോകാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഈ മോശം സാഹചര്യം കാണാം, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ പിന്നെ എന്നും ഇങ്ങനെ ചെയ്യാനേ നിങ്ങൾക്ക് പ്രശ്നങ്ങളെ കണ്ട് ഓടി മറയാനേ പറ്റത്തുള്ളൂ. പോരാടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. ഇവിടെ നിങ്ങൾക്ക് പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് തകർന്നു പോകുന്നു. ഇവിടെ സ്ഥിതികൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കണം, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ ഒരു ഏകാഗ്രത നശിക്കണം. അങ്ങനെ മാനസികമായിട്ടുള്ള ഏകാഗ്രത നശിക്കുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യത്തില്ല. വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ല. അതാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സ്ഥിതികൾ. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥിതിക്ക് അനുസരിച്ച് നീങ്ങാൻ പാടില്ല. നമ്മൾ നമ്മുടെ ആ ഒരു ഏകാഗ്രത എപ്പോഴും കൊണ്ടുവരണം. നമ്മുടെ ആ ഒരു സ്ഥിതികൾക്കെതിരെ പോരാടാനുള്ള ആ ഒരു സഹനശീലത നമ്മൾ കൊണ്ടുവരണം.
അതായത് ഏതോ ഒരു വ്യക്തി പ്ലാൻ ചെയ്ത് ഒരു ക്രമത്തിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കളി കളിക്കുന്നത് പോലെ നിങ്ങളെ തകർക്കാൻ വേണ്ടി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കളിയിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരണം. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ സ്ഥിതികൾ എത്ര തന്നെ മോശമായാലും നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ഥിതിയിൽ പോരാടാൻ സാധിക്കത്തില്ല എന്നൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്ഥിതിയിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. അയ്യോ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ ഈ സ്ഥിതി വിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ ഒളിച്ചോടാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും. ഇങ്ങനെ നിങ്ങൾ ആ ഒരു സ്ഥിതിയോട് പോരാടാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും ഒരു പാറ്റേൺ പോലെ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എത്ര വലിയ ഒരു പ്രശ്നമായിട്ടാണോ ഇതിനെ തോന്നുന്നത്, അതിൻ്റെ അത്രത്തോളം ഇല്ല. അത് വളരെ ചെറിയ ഒരു പരിഹാരം മതി ഈ ഒരു പ്രശ്നം നേരിടാൻ നിങ്ങൾക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം പറയുന്നതാണ്, ദൈവമേ ഞാൻ ഇത്രത്തോളം ഈ ഒരു പ്രശ്നത്തിനെ കണ്ടു, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇത്രമാത്രം എൻ്റെ മേൽ വന്നത്. ഞാനിതിനെ ചെറുതായിട്ട് കണ്ടെങ്കിൽ ഇത്രയും ഈ ഒരു പ്രശ്നം ഇത്ര മേൽ എൻ്റെ മേൽ ബാധിക്കത്തില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, എന്ത് വിഷമമായിക്കൊള്ളട്ടെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അതിന് വാല്യൂ കൊടുക്കാതിരിക്കുക. നിങ്ങൾ അതിന് വാല്യൂ കൊടുക്കുമ്പോഴാണ് അത് കൂടുതലായിട്ട് നിങ്ങളുടെ മേൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വാല്യൂ കൊടുക്കാതിരിക്കുക, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടെ സില്ലി ആയിട്ടുള്ള മാറ്ററാണ്, സിമ്പിളായിട്ടുള്ള മാറ്ററാണ്, എനിക്ക് ഈസി ആയിട്ട് അതിനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ചില സ്ഥിതികളിൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തിയാണ്, നിങ്ങൾ സമയത്തിന് കൂടുതലായിട്ട് വാല്യൂ കൊടുക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്ഥിതികൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ സമയത്തിന് വാല്യൂ കൊടുക്കണമെന്ന്. നിങ്ങൾ എപ്പോഴും കൺഫ്യൂഷനിലിരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്ഥിതികൾ മോശമായാൽ മാത്രമേ നിങ്ങൾ മോശം അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങൾ സമയത്തിനപ്പോൾ വാല്യൂ കൊടുക്കത്തില്ല, നിങ്ങളുടെ സ്ഥിതികൾ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കും. അതാണ് മറ്റുള്ളവരുടെ ആ ഒരു ടാർഗറ്റ് നിങ്ങളുടെ ജീവിതം റിലേറ്റഡ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അവരുടെ ടാർഗറ്റിനനുസൃതമായിട്ട് നിങ്ങളുടെ ജീവിതം ആക്കി മാറ്റരുത്. നിങ്ങളുടെ ലൈഫിലെ പല സ്ഥിതികളും നിങ്ങൾക്കേ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറൊരാൾക്കും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗത്ത് നിങ്ങൾ വളരെ ശരിയായിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നിങ്ങൾ ശരിക്ക് ശരിയെന്ന് പറയും, തെറ്റിന് തെറ്റെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ വ്യക്തികളും അടുത്ത ആൾക്കാരുടെ സമാധാനം എങ്ങനെ തകർക്കാം എന്ന് ചിന്തിക്കുന്നവർ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ എല്ലാവരും പോലെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. നമ്മളപ്പോൾ ഇങ്ങനെയുള്ളവർ നമുക്ക് ബുദ്ധിമുട്ട് തരുമ്പോൾ നമ്മൾ അതിനെ കുറച്ച് മാത്രം വാല്യൂ കൊടുക്കുക. ഇതൊക്കെ എൻ്റെ ഈസി ടാർഗറ്റാണ്, നിങ്ങൾ വിചാരിക്കുന്നു എനിക്ക് ഇത്രയും വിഷമം തന്ന് എൻ്റെ ജീവിതം അങ്ങ് തകർക്കാമെന്ന്. അങ്ങനെ ഒരിക്കലും തകർന്നു പോകുന്ന ആളല്ല ഞാൻ എന്നുള്ള രീതിയിൽ വളരെ വിൽ പവറോടുകൂടി ചിന്തിക്കുക നിങ്ങൾ. പിന്നെ ഓവർ തിങ്കിങ് നിങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റ്, അത് മാത്രം നിങ്ങൾ നിർത്തുക. ഇവിടെ നിങ്ങളുടെ ആരോഗ്യം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ആ ഒരു ബുദ്ധിയെ രണ്ട് സൈഡിൽ നിന്നും ആരോ ഇങ്ങനെ പിടിച്ചു വച്ചൊക്കെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ, അതായത് സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ, അതാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ തോന്നുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിലെ പല പ്രശ്നങ്ങൾക്കുമുള്ള തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ബുദ്ധി ഇപ്പോൾ അവിടെ പോസായിട്ടിരിക്കുകയാണ്, സ്റ്റക്കായിട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ. ഇവിടെ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി എന്തെങ്കിലും ഹീലിംഗ് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ അതും നടക്കുന്നില്ല. നിങ്ങൾക്ക് ഹീലിംഗ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആൾക്കാർ വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഗംഭീരമായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തി മിണ്ടാതിരുന്ന് കരയുന്നതായിട്ടാണ്. അതായത് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, നാല് സൈഡിൽ നിന്നും അവരെ ആരോ വലിഞ്ഞു കെട്ടുന്നത് പോലെ. അവരെയൊക്കെ ഒന്നും പ്രവർത്തിക്കാനോ ഒന്നും തീരുമാനം എടുക്കാനോ ഒന്നിനും സാധിക്കാത്ത അവസ്ഥ. ഇവിടെ കരയുമ്പോൾ പോലും ദൈവത്തിൻ്റെ ആ ഒരു അടുത്ത് നിങ്ങളുടെ ആ ഒരു കരച്ചിലെത്തുന്നു, അത്രമാത്രം ആഴത്തിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്. ഇവിടെ എനിക്ക് സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയുള്ള ഇമേജസ് വരും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാലരൂപത്തിലായിരുന്നപ്പോൾ ഭഗവാന്റെ മുകളിൽ നൃത്തം ചെയ്തത്, അല്ലെങ്കിൽ ഒരു മല ഇങ്ങനെ ചുമന്ന് പിടിച്ചത്. അപ്പം നമ്മുടെ മുമ്പിൽ എത്ര മോശം സാഹചര്യം വന്നാലും നമ്മൾ അതിനെ പോരാടണം എന്നുള്ള ആ ഒരു ഇത് നിങ്ങളുടെ ഉള്ളിൽ ദൈവം പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക്. നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഇമേജസ് നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ കൊണ്ടുവരും ദൈവം, വീഡിയോ ത്രൂ അല്ലെങ്കിൽ ഇമേജ് ത്രൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഇങ്ങനെ വലിയ ഒരു മല പോലെ തോന്നുന്നു. പക്ഷേ നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളുടെ മുകളിൽ നിന്നുകൊണ്ട് കുഴലൂതുന്നതായിട്ട്, അതായത് വിജയിച്ചതിൻ്റെ ആ ഒരു നാദം നിങ്ങൾ മുഴക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളപ്പോൾ പറയും, ആ സമയം പോകുമ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം എനിക്ക് ലഭിച്ചല്ലോ എന്നുള്ള രീതിയിൽ. ദൈവം നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി ലോസ് കിട്ടി. ഇനി നിങ്ങൾക്ക് ലോസ് ആയിരിക്കത്തില്ല, ഇനി നിങ്ങൾക്ക് ലാഭമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ തോറ്റു പോയിട്ടുണ്ട്. അതായത് പല ആൾക്കാരും നിങ്ങളെ തോൽപ്പിച്ചിട്ട് പോയി. അപ്പോഴൊന്നും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വിഷമിച്ച് ഇരിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒത്തിരി കഠിനാധ്വാനം ചെയ്തു നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട്. പക്ഷേ ആ ഒരു കഠിനാധ്വാനത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ബലം നിങ്ങൾക്ക് ഒരിക്കലും ലഭിച്ചില്ല. ഒരു അപ്രീസിയേഷൻ പോലും ആരും നിങ്ങൾക്ക് തന്നില്ല. അതായത് ബന്ധങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ 100% കൊടുക്കും, പക്ഷേ തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാകട്ടെ വേദനയും വിഷമവും മാത്രം. ഒരു ആൾക്കാരുടെ ഒരു സമാധാനമായിട്ടുള്ള വാക്കോ ഒന്നും തന്നെ കിട്ടത്തില്ല. ഇവിടെ നിങ്ങൾ എത്ര തന്നെ ആർക്ക് വേണ്ടി എന്ത് ചെയ്താലും ആ ഒരു കാര്യം ശൂന്യത്തിൽ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എൻ്റെ 100% ഞാൻ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എത്ര കൊടുത്തിട്ടും തിരിച്ച് എനിക്ക് കിട്ടുന്നത് 10% പോലും അതിൻ്റെ ആ ഒരു ഇതിൽ എനിക്ക് ലഭിക്കുന്നില്ല തിരിച്ചിങ്ങോട്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നല്ല സമയം മറ്റുള്ളവർക്ക് വേണ്ടി എത്ര തന്നെ കൊടുത്താലും തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ തെറ്റായ വ്യക്തിയാണ് എന്നുള്ള ഒരു ടാഗാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനമില്ല, നിങ്ങൾ തെറ്റായ വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ടാഗായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആർക്ക് വേണ്ടി എന്ത് ചെയ്താലും അവർ തിരിച്ചിങ്ങോട്ട് പറയും, നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗവും സമർപ്പണ ഭാവത്തോടെ ചെയ്താലും തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് 0 ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിച്ച് വിഷമിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം നല്ല രീതിയിൽ നിറവേറ്റിയല്ലോ, അത് മാത്രം മതി. ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്വപ്നം കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഒത്തിരി മുകളിൽ നിന്ന് നിങ്ങളെ ആരോ പിടിച്ച് തള്ളുന്നതായിട്ട്, നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതായിട്ട് അങ്ങനൊരു സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു സ്വപ്നം കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ എഴുതണേ. പിന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ദയവേത് എഴുതരുത്. കാരണം ചില ആൾക്കാർ അങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഴുതുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നും തോന്നരുത്. ഇവിടെ ഞാൻ കാണുന്നത് പടികളിൽ നിന്ന് ഇങ്ങനെ വീഴുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനൊരു സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുന്നേ. ഇവിടെ നിങ്ങൾക്ക് കുറേ വർഷം മുന്നേ ഇങ്ങനെയുള്ള സ്വപ്നം കാണാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം നോക്കൂ. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ആരോ നിങ്ങളെ മുകളിൽ നിന്ന് തള്ളിയിട്ടതുപോലെ. നിങ്ങൾക്ക് അവിടുന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാത്ത അവസ്ഥ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനൊരു അവസ്ഥയിൽ നിങ്ങൾ എത്തിപ്പെടും. അതിന് മുന്നോടിയായിട്ട് ദൈവം നിങ്ങൾക്ക് തന്ന സൂചനയായിരുന്നു അത്. പക്ഷേ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്തു. വേറെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് പ്രകാശത്തിൻ്റെ ആ ഒരു കിരണം അങ്ങനെയുള്ള അവസ്ഥയിൽ കാണിച്ചെന്ന് ദൈവം മാത്രമാണ്. ദൈവത്തിനറിയാം നിങ്ങൾ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തുമെന്നും, അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ, വേറെ ആരും കാണത്തില്ല എന്നുള്ള കാര്യം ദൈവത്തിനറിയാം. ഇവിടെ ഈ ഒരു എനർജി ലോസിനെയും പ്രകടിപ്പിക്കുന്നു, ഗെയിനിനെയും പ്രകടിപ്പിക്കുന്നു. അതായത് ഒരു ലോസ് ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു ഗെയിൻ ഉണ്ടാവത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്കിനി നിങ്ങളുടെ ആ ഒരു സമയത്തെ
ഭാഗ്യത്തിൻ്റെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ഇപ്പോൾ വലിയ ഒരു പടിയിൽ നിന്ന് താഴെ വീണ അവസ്ഥയല്ലേ, ഇനി ആ പടികൾക്ക് നിങ്ങൾക്ക് കയറേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് നേരെ മുകളിലെത്താൻ വേണ്ടി ലിഫ്റ്റ് ദൈവം നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ടും സമയത്തിൻ്റെ സപ്പോർട്ടും ദൈവം നിങ്ങൾക്ക് തരുന്നതായിട്ട്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ സംഘർഷങ്ങളുള്ള സമയത്ത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് തീർക്കേണ്ട ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് 2 മണിക്കൂർ സമയമെടുക്കും. പക്ഷേ ഇനി അങ്ങോട്ട് അരമണിക്കൂർ കൊണ്ട് തീർക്കേണ്ട ജോലി നിങ്ങൾ ചിലപ്പോൾ 15 മിനിറ്റ് കൊണ്ടായിരിക്കും തീർക്കുന്നത്. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നത്. പിന്നെ ഏത് വിജയമാണോ ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നത്, ആ ഒരു വിജയം ചിലപ്പോൾ നിങ്ങൾക്ക് മിനിറ്റുകൾ കൊണ്ട് മണിക്കൂർ കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് ലഭിക്കുന്നതായിട്ട്. അപ്പോൾ ആൾക്കാർക്ക് തന്നെ അത്ഭുതം തോന്നും, ദൈവമേ ഞാൻ എത്ര വർഷം കൊണ്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു, എനിക്കിതുവരെയും ലഭിച്ചില്ലല്ലോ, ഇവർക്ക് ഇതാ കണ്ടോ പെട്ടെന്ന് കിട്ടിയല്ലോ എന്ന് ആൾക്കാർ ചിന്തിക്കുന്ന രീതിയിൽ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് അതൊരു അത്ഭുതമായിട്ട് തോന്നും ഇത് കാണുമ്പോൾ. ഇവിടെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഓവർ തിങ്കിങ് ചെയ്യരുത്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ചിന്തിക്കാനും പാടില്ല. ഇവിടെ എനിക്കറിയാം നിങ്ങളുടെ സാഹചര്യം ഇപ്പോൾ ഇങ്ങനത്തെയാണ്. നിങ്ങൾ മാറ്റി ചിന്തിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ആ ഒരു ചിന്തയിലോട്ട് തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രമിക്കുക അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ വിഷമം ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ്. മനസ്സിലാക്കുന്നുണ്ട്, ദൈവം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് അതിൽ നിന്ന് പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കൂ. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ ആ ഒരു ഊർജം അതൊന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ അത് ചിന്തിക്കുന്നത് തെറ്റാണ്. നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ ഊർജവും എല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളെന്ന് പറയുന്നത് പ്രശ്നങ്ങളേ അല്ല, നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉള്ള ആ ഒരു മാർഗം മാത്രമാണ്. അപ്പോൾ നിങ്ങളതിനെ വലിയ ഒരു വാല്യൂ കൊടുക്കണ്ട, ഈസി ആയിട്ട് അതിനെ കാണുക. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു ഊർജ്ജം നോക്കുമ്പോൾ നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഊർജ്ജം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വലിയ കൊടുങ്കാറ്റ് വന്നതിന് ശേഷം സ്ഥിതികൾ എങ്ങനെ ഇനി നേരെയാക്കാം അങ്ങനെ ഉള്ള ആ ഒരു എനർജി, അതാണ് ഇപ്പോൾ നിങ്ങളുടെ എനർജി. ഒരു വലിയ കൊടുങ്കാറ്റ് വന്ന് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യും, ഒന്നേന്ന് എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ട, എല്ലാം തുടങ്ങേണ്ട ഒന്നേന്ന്, അങ്ങനെ ഒരു എനർജിയില്ല. ആ ഒരു എനർജിയിലാണ് ഞാൻ നിങ്ങളോട് മുന്നത്തെ റീഡിങ്ങിലൊക്കെ പറഞ്ഞു, ചില ഹൈഡാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. അതായത് നിങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞൂടാത്ത പല സത്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും നടക്കുമ്പോഴും നിങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുകയാണ്, ഇതെന്താ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാലോചിച്ച്. അതായത് നിങ്ങളുടെ ആ ഒരു ലൈഫിലെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, എൻ്റെ തലയിൽ എന്താ ഇത് ഭാരം, ആരോ എൻ്റെ തലയിൽ ഇരിക്കും പോലെ, അങ്ങനൊരു ഭാരമാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു സമയം. തലയിലെ ഭാരം കാരണം നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടം ഉണ്ടാവത്തില്ല. നിങ്ങളുടെ ആ ഒരു വിഷമം ഷെയർ ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആരോടും സംസാരിക്കാതെ മിണ്ടാതിരിക്കാനാണ് ഇപ്പോൾ തോന്നുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ശരീരത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എന്ത് ആഹാരം കഴിച്ചിട്ടും ആ ഒരു ആഹാരം നിങ്ങളുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഹെൽത്ത് ഒരു രീതിയിലും നേരെ ആവുന്നില്ല. ഇത്രമാത്രം ശരീരത്തിലൊരു തളർച്ചയും ക്ഷീണവും ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവുന്നു. അതായത് ഒരു വ്യക്തിക്ക് സംസാരിക്കാനും ശക്തി വേണം. ഇവിടെ സംസാരിക്കാൻ പോലും ശക്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട്. അതാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, ആരോടും സംസാരിക്കാതെ. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ആൾക്കാർക്ക് നിങ്ങളെ മനസ്സിലാക്കുന്നതിലും തെറ്റ് സംഭവിക്കുന്നു. നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് അവർ മനസ്സിലാക്കുന്നത് തെറ്റിച്ചായിരിക്കും. നിങ്ങൾ നല്ലൊരു വ്യക്തിയായിരിക്കും, പക്ഷെ അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ മോശം വ്യക്തി എന്നായിരിക്കും. അതിലും അവർക്ക് തെറ്റ് സംഭവിക്കുന്നു. ഇവിടെ ഈ ഒരു എനർജിയിൽ ഒരു മാറ്റം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഇവിടെ എന്താണോ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാതിരിക്കുന്ന ആ ഒരു സ്ഥിതി, അത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഈ ഒരു സ്ഥിതിയിൽ നിങ്ങളെ രക്ഷിക്കുന്ന നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മമായിരിക്കും. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഒരു നല്ല കർമ്മം ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു കർമ്മം ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ ഒരു സ്ഥിതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതാണ്. അതായത് എന്താണ് നല്ല കർമ്മവുമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് സംഭവിച്ചതെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടെ ഏതെങ്കിലും സ്ഥിതി നിങ്ങളെ തകർക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആ ഒരു സ്ഥിതിക്ക് വേണ്ടി തകർന്നു കൊടുക്കരുത്.
മറിച്ച് പോരാടുക ആ ഒരു സ്ഥിതിയിൽ. ഈ ഒരു സ്ഥിതിയിൽ നിങ്ങൾ വിജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സ്ഥിതികൾ നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ നിങ്ങൾ പേടിക്കരുത്. ഇവിടെ ഞാൻ പറഞ്ഞു, ഈ ഒരു സ്ഥിതിയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, ചിരിക്കുക. നിങ്ങൾക്ക് ഹാപ്പിയായിട്ട് നിങ്ങളെ എത്രത്തോളം വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഹാപ്പിയായിട്ട് നിങ്ങൾ വയ്ക്കുക നിങ്ങളെ. ഇവിടെ നിങ്ങളുടെ ആ ഒരു വിൽ പവറിനെ ഇത്രത്തോളം ശക്തമാക്കുക. ഈ ദുഃഖമല്ല, ഇതിനപ്പുറം ദുഃഖവും ഞാൻ സഹിച്ച ആളാണെന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ പോരാടുക. നിങ്ങളുടെ ജീവിതമാകുന്ന ഇതിൻ്റെ ആ ഒരു റിമോട്ട് ഒരു സ്ഥിതിക്കും ആർക്കും കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ ജീവിതമാകുന്ന ഇതിൻ്റെ റിമോട്ട് നിങ്ങളുടെ കയ്യിലായിരിക്കണം ഉണ്ടാവേണ്ടത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ആദ്യം മാറ്റം കൊണ്ടുവരിക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു സ്ഥിതികളിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. ഇവിടെ പല പ്രശ്നങ്ങളുടെയും പരിഹാരം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. അത് നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയത്തില്ല. ഇവിടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇതൊന്നുമല്ല, വേറെ കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്തിനാ ഈ മോശം സ്ഥിതികളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ലൈഫിൽ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങളുണ്ട് നമുക്ക് ചിന്തിക്കുക. എന്തിനാ നമ്മൾ ഈ തെറ്റായ ആ ഒരു സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കണം? അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. ഇവിടെ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളിൽ ചേഞ്ച് കൊണ്ടുവരണം. ആവശ്യമില്ലാതെ ഓവർ തിങ്കിങ് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ നല്ല അഫർമേഷൻസ് പറയുക നിങ്ങൾക്ക് വേണ്ടി. അതായത് എൻ്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ എന്നെ സഹായിച്ചതിന് താങ്ക് യു സോ മച്ച് ദൈവമേ എന്ന് പറയുക. നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ണാടിയിൽ നോക്കി നല്ല അഫർമേഷൻസ് പറയുക. ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്കിഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കുക. എനിക്കറിയാം ഉറക്കം നല്ല രീതിയിൽ കിട്ടുന്നില്ല എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ മുഖം പോലും ഡാർക്ക് സർക്കിൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കണ്ണാടിയിൽ മുഖം നോക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് കണ്ണാടി നോക്കുക. നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പാട്ടുകൾ കേൾക്കുക, ആഹാരം ഉണ്ടാക്കി കഴിക്കുക. നിങ്ങൾ മാക്സിമം സന്തോഷമാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ പറയുന്നത്, ഏത് രീതിയിലുള്ള OCD ആയാലും അതിനെ നമ്മൾ തലയിൽ കയറ്റി വയ്ക്കരുത്. അതിനെ തലയിൽ നിന്ന് എടുത്ത് കളയുക. എപ്പോഴും ശാന്തചിത്തരായിട്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുക, എൻ്റെ ലൈഫ് ജീവിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്, എൻ്റെ ലൈഫ് വളരെ എളുപ്പമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുക. നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിൻ്റെ ഭാരം നിങ്ങളുടെ തലയിൽ നിന്നെടുത്ത് മാറ്റുമ്പോൾ തന്നെ പകുതി ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ ഒരു സ്ഥാനവും നിങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ ആ പ്രശ്നം വന്ന വഴിയേ പോകും. നിങ്ങൾക്കുള്ളതായിട്ട് അതിന് വാല്യൂ കൊടുക്കുമ്പോഴാണ് അത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ മേൽ എഫക്റ്റ് ആവുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ദൈവം അങ്ങനൊരു വഴി തുറക്കുകയാണ്. നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്ന, നിങ്ങൾക്ക് സമൂഹത്തിൽ റെസ്പെക്റ്റും ഒരു വാല്യൂവും ലഭിക്കുന്ന രീതിയിലൊരു വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ചിന്തകളുണ്ട്. ഇന്നത്തെ കാര്യം റിലേറ്റഡായിട്ട്, ഫ്യൂച്ചർ റിലേറ്റഡായിട്ട് ഭയങ്കരമായിട്ട് ചിന്തകളുണ്ട്. ഒരു കാര്യത്തിനും ആവശ്യമില്ലാത്ത ചിന്ത നിങ്ങൾ കൊടുക്കരുത്. ഇങ്ങനെ ഒരു സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അത് നിങ്ങളുടെ വീട്ടിൽ ഒരു റൂം, അത് മാത്രമാണ് നിങ്ങളുടെ ലോകം. വീട്ടിൽ ബന്ധുക്കളുടെ വിവാഹത്തിന് ക്ഷണിച്ചാൽ പോകത്തില്ല, ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടമില്ല, ഒറ്റയ്ക്ക്, അതായിരുന്നു നിങ്ങളുടെ ലോകം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അതിലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എല്ലാ ഫങ്ഷനും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴയകാട്ടി ഒത്തിരി മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ദൈവം ഇനിയും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു മാറ്റം കൊണ്ടുവരുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുക. നമുക്ക് എത്ര മോശം സാഹചര്യം വന്നാലും അത് നമ്മളെ കൂടുതൽ ശക്തരാക്കാനാണ് വരുന്നതെന്ന് വിചാരിക്കുക, അല്ലാതെ നമ്മളെ തകർക്കാനല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതിയിൽ ദൈവം ഉറപ്പായിട്ടും ഒരു മാറ്റം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.